നാലാമത്തെ രീതി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അഥവാ ഒരു കാര്യത്തിൽ സ്ഥിരോത്സാഹത്തോടു കൂടെ സ്ഥിരതയോട് കൂടെ ഉൾക്കൊള്ളുക എന്നുള്ളത്. ദ ആറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അത് പറഞ്ഞു വെക്കുന്ന വലിയൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് ശീലമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ റിസൾട്ട് നൽകാൻ പറ്റും എന്നുള്ളതാണ്. ഓഡിറ്ററി കേൾക്കുക എന്ന് പറയുമ്പോൾ എന്താണ് കേൾക്കണമെന്ന് ചോദ്യം ഉണ്ടാകും. ഒരുപാട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ എപ്പോഴും കേൾക്കുക എന്നല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരതയോട് കൂടെ എത്രയാണോ എല്ലാ ദിവസവും കേൾക്കാൻ പറ്റുന്നത് ആ ലെവലിലുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ കേൾക്കേണ്ടത്. അതൊരു പക്ഷേ 1 മിനിറ്റ് ആകാം, 2 മിനിറ്റ് ആകാം, 3 മിനിറ്റ് ആകാം. വളരെ കുറച്ച് സമയമാണെങ്കിലും സ്ഥിരമായിട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോകളും ഓഡിയോകളുമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാക്ടീസ്. പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ അറിയാറുണ്ട്. എന്നാൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന രീതിയാണ് ഡീകോഡ് പ്ലസ് മുന്നോട്ട് വെക്കുന്നത്. അതിന് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് TPR, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. കാര്യങ്ങൾ പഠിക്കുന്നത് ഫിസിക്കൽ റെസ്പോൺസോട് കൂടിയാകുമ്പോൾ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. കൺസിസ്റ്റൻസിയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് പ്രാക്ടീസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകത്തെയാണ്. എല്ലാവരും ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ പഠിച്ച് പരിശീലിക്കുക എന്ന രീതിയാണ്. നേരെ മറിച്ച് പ്രാക്ടീസ് ചെയ്ത് അഥവാ പരിശീലിച്ച് പഠിച്ചാൽ എങ്ങനെയുണ്ടാകും?